ഹായ് ഹലോ ഗൈസ്, ഞാൻ എന്താ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. രണ്ടാമത്തെ തവണയാണ് ഞാനിവിടെ വരുന്നത്. ഫസ്റ്റ് വന്നപ്പോൾ ഓക്കെ എന്താ എടുക്കണോ വേണ്ട അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ സെക്കൻഡ് ടൈം നിങ്ങൾക്ക് കൂടി അത് കാണിച്ചു തരാം. ലൈഫിൽ ഒരു തവണയെങ്കിലും ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം. ഭയങ്കര രസമാണ്. അവിടെ ഒരു ഭയങ്കര നാച്ചുറലായിട്ട് തായ് മസാജാണ് ചെയ്യുന്നത്. ഭയങ്കര റിലാക്സ് ആയിരിക്കും, ബോഡി ഭയങ്കര റിഫ്രഷ് ആയിരിക്കും. ഉറക്കമില്ലാത്തവർക്കൊക്കെ ഉറക്കം വരാൻ വേണ്ടിയിട്ട് വരെ മസാജ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതെൻ്റെ ചേച്ചിയാണ് കേട്ടോ. സോ അത് കഴിഞ്ഞിട്ട് എനിക്ക് വേണ്ടിയിട്ട് അവർ മസാജ് എങ്ങനെയൊക്കെ ഉള്ളതാണെന്നുള്ളത് മെനു കാർഡായി കാണിച്ച് തന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കാണിച്ച് തന്നു. അത് കഴിഞ്ഞിട്ട് അവരെനിക്കൊരു ഡ്രിങ്ക് തന്നു. ഈ ഡ്രിങ്ക് എപ്പോഴും തരും. ഈ ഡ്രിങ്ക് നല്ല രസമാണ്, ചെമ്പരത്തിയൊക്കെ വെച്ചിട്ട് തരുന്നതാണ്. അത് കഴിഞ്ഞൊരു ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നു. ഞാൻ ഫില്ല് ചെയ്യേണ്ടി വന്നില്ല, പുള്ളി തന്നെ ഫില്ല് ചെയ്തോളും. കാരണം ഓൾറെഡി ഞാൻ അവിടെ വരുന്നതാണല്ലോ. സോ അത് ഫില്ല് ചെയ്ത് കഴിഞ്ഞ ഉടനെ അവർ എനിക്കെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലൊന്ന് പെഡിക്യൂർ ചെയ്തു. പെഡിക്യൂർ ചെയ്തിട്ട് അവർ നമ്മുടെ റൂമിലോട്ട് കൊണ്ടുപോകുന്നത്. റൂം ഇതാണ്. നല്ല രസമല്ലേ, ലവ് ചിഹ്നത്തിൻ്റെ ഹാർട്ടൊക്കെ വെച്ചിട്ട് ഭയങ്കര രസമായിരുന്നേ. ഇതായിരുന്നു എനിക്ക് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്ന റൂം. പക്ഷേ ഭയങ്കര കാം ആൻഡ് പീസ്ഫുള്ളായിരിക്കും ഗൈസ്. നിങ്ങൾ ലൈഫിൽ ഒരു തവണ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കൂ കേട്ടോ. ഞാൻ എന്താ ഇങ്ങനായിരുന്നു വന്നത്, ഈ കൊലമാണ് എന്താകുമോ എന്തോ എന്നുള്ള ലെവലിലാണ് ഞാൻ നിൽക്കുന്നത്. ഓക്കെ, പക്ഷേ പേടിയൊന്നുമില്ല. എനിക്ക് ഓൾറെഡി അറിയാം ഇവിടെ ഇതെങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് നന്നായിട്ട് അറിയാം. സോ ഞാൻ എപ്പോഴും ഒരു ചേച്ചി വരും, ആ ചേച്ചിയെ എനിക്ക് മസാജ് ചെയ്യുന്നത് ഈ കൊലത്തിലാണ് എന്നെ കിടത്തിയിരിക്കുന്നത്. ഓരോ പാർട്ട് വെച്ചാണ് കേട്ടോ അവർ മസാജ് ചെയ്യുന്നത്. സോ എന്താ പറയുക, നമ്മൾ ഭയങ്കര കംഫർട്ടായിട്ട് അവിടെ കിടക്കുന്നത്. സോ അവർ തൊടുമ്പോൾ തന്നെ നമ്മൾ ഉറങ്ങിപ്പോവും. ഇത് കഴിഞ്ഞിട്ട് ഞാൻ അതൊന്നും ആഡ് ചെയ്യുന്നില്ല, മസാജിൻ്റെ അവരുടേത് അത് പ്രൈവസിയാണ്. സോ അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അത് കഴിഞ്ഞ് നേരെ എന്നെ കുളിക്കാൻ വേണ്ടിയിട്ട് മിൽക്ക് ബാത്താണ് ഞാൻ ചൂസ് ചെയ്തത്. സോ ദാ മിൽക്ക് ബാത്ത് നല്ല രസമല്ലേ. ഹായ് ഹായ് ഹായ്. നമ്മൾ ലൈഫിൽ ഒരു തവണയെങ്കിലൊക്കെ പാലൊക്കെ കുളിക്കണമെന്നൊക്കെ തോന്നൂലേ, നല്ല രസം പാൽ പോലെ ആവും എന്നൊക്കെ പറയൂലേ, അതുപോലെ ഞാൻ എന്താ പാലിൽ കുളിക്കണം ഗൈസ്, പാലിൽ കുളിക്കണം. നല്ല രസമായിരുന്നു കേട്ടോ. അതിലിങ്ങനെ കുളിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഹോട്ട് ഉണ്ടായിരുന്നു. അത് നമുക്ക് പറ്റുന്ന പോലെ അവരെടുത്തതും ഒഴിക്കുന്നതൊക്കെ നല്ല രസമാണ്. സോ എന്താ പറയുക, അത് കഴിഞ്ഞിട്ട് ആ ചേച്ചി പോയി എനിക്ക് ഒരു ഐസ്ക്രീം വാട്ടർമെലൺ ജ്യൂസൊക്കെ കൊണ്ട് തന്നു. ഞാൻ അതെല്ലാം കുടിച്ചു. അത് കഴിഞ്ഞ് എൻ്റെ തോന്നിയ ദിവസമായിരുന്നു. ഒരു 15 മിനിറ്റ് ഞാൻ അതിനകത്ത് കിടന്ന് മെഴുകി. സോ എന്താ പറയുക, അതെല്ലാം കഴിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ